DLED അഡ്മിഷനായുള്ള ആപ്ലിക്കേഷൻ ഫോം ഇതിനോടകം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ഗവൺമെന്റ് കോളേജിലേക്കും സ്വയാശ്രയ കോളേജിലേക്കും ലാംഗ്വേജിനും നൽകേണ്ട അപേക്ഷകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓഗസ്റ്റ് 11 വൈകുന്നേരം 5 മണി വരെയാണ് അപേക്ഷ നൽകാനുള്ള സമയം. ഒരു 9-ാം തീയതി വരെ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി അപേക്ഷ അയക്കാം. പിന്നീടുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10-നും വൈകുന്നേരം 5-നും ഇടയിൽ നിങ്ങൾ അപേക്ഷ നൽകുന്ന റവന്യൂ ജില്ലാ ഡയറക്ടർക്ക് നേരിട്ട് ചെന്ന് അപേക്ഷ നൽകുന്നതായിരിക്കും നല്ലത്. നോട്ടിഫിക്കേഷനിലെ ആദ്യ 8 പേജുകൾ നിർദ്ദേശങ്ങളാണ്. 9-ാമത്തെ പേജ് മുതൽ 11-ാമത്തെ പേജ് വരെയാണ് അപേക്ഷാ ഫോം. നിങ്ങൾ അതിന്റെ പ്രിന്റ് മാത്രം എടുത്താൽ മതി. 12-ാം പേജ് മുതൽ 15-ാം പേജ് വരെ ഉപജില്ലകളും ഓരോ ഉപജില്ലയിലും ഉൾപ്പെടുന്ന കോളേജുകളുടെയും ലിസ്റ്റാണ്. നിങ്ങൾ അപേക്ഷ അയക്കുന്ന ഉപജില്ല ഏതെന്ന് നോക്കി അവിടെയുള്ള കോളേജുകളുടെ ലിസ്റ്റ് രേഖപ്പെടുത്തി വെക്കാം. അപേക്ഷാ ഫോമിൽ 26 വിവരങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. ആദ്യത്തെ 6 എണ്ണം നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങളാണ്. അതെല്ലാം പൂരിപ്പിക്കണം. 7 മുതൽ 11 വരെ വിവിധ റിസർവേഷനെ കുറിച്ചാണ്. നിങ്ങൾ ഉൾപ്പെടാത്ത റിസർവേഷന് നേരെ ബാധകമല്ല എന്ന് എഴുതി വിടുക. ഏതെങ്കിലും റിസർവേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ബാധകം എന്നും അത് തെളിയിക്കുന്ന വിവരവും എഴുതുക. 12, 13 കോളങ്ങൾ നിർബന്ധമായും പൂരിപ്പിക്കണം. യോഗ്യതാ പരീക്ഷ എന്നാൽ അവിടെ നിങ്ങളുടെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് എഴുതേണ്ടത്. ആദ്യ ചാൻസിൽ തന്നെ വിജയിച്ചുവെങ്കിൽ 1 എന്ന് എഴുതാം. +2 കഴിഞ്ഞ് നിങ്ങൾ നേടിയ വിദ്യാഭ്യാസ യോഗ്യതകൾ എഴുതാനുള്ള കോളമുണ്ട്. 14-ാമത്തേതാണ് അത്. ഇല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതുക. 15-ാമത്തേത് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് നോക്കി എഴുതുക. കുറച്ച് സ്ഥലമേ അവിടെ ഉള്ളൂ. അതുകൊണ്ട് ഒരു പെൻസിൽ കൊണ്ട് എഴുതി നോക്കിയിട്ട് അതിന് പുറമെ പേന കൊണ്ട് എഴുതിയാലും മതി. 16-ാമത്തേത് മാർക്കിന്റെ ശതമാനമാണ് എഴുതേണ്ടത്. മാർക്കിന്റെ ശതമാനം കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ആകെയുള്ള മാർക്ക് 100 എന്ന സംഖ്യയുമായി ഗുണിച്ച ശേഷം മാക്സിമം മാർക്ക് കൊണ്ട് ഹരിച്ചാൽ ശതമാനം അറിയാം. ഉദാഹരണത്തിന് 100 മാർക്കിൽ പരീക്ഷ എഴുതുന്ന 10 സബ്ജക്റ്റുകൾ ആണ് ഉള്ളതെന്ന് കരുതുക. അപ്പോൾ ആകെ 1000 ആണ് മാക്സിമം മാർക്ക്. ആ പരീക്ഷയിൽ നിങ്ങൾ നേടിയതാകെ 800 മാർക്കാണെന്ന് കരുതുക. നേടിയ മാർക്ക് 800. നേടിയ മാർക്ക് ഇൻറ്റു 100 ചെയ്യുക. അത് ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്ക്. നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിലും ടെൻഷൻ കയറി ചിലപ്പോൾ ഓർത്തില്ലെന്ന് ഇരിക്കും. അതുകൊണ്ടാണ് വിശദീകരിച്ചത്. തുടർന്ന് 17-ാമത് പരീക്ഷ നടത്തിയ ബോർഡിന്റെ പേരെഴുതണം. 19 മുതൽ 21 വരെ ഉള്ള കോളങ്ങൾ ബാധകമായവർ മാത്രം പൂരിപ്പിക്കുക. അല്ലാത്തവർ ബാധകമല്ല എന്ന് എഴുതുക. 24-ാമത്തേത് ഗവൺമെന്റ് സീറ്റിലേക്ക് അപേക്ഷ നൽകുന്ന ഫോമിൽ നിങ്ങൾ കോഡ് ഫീസ് സ്റ്റാമ്പ് വാങ്ങി ഒട്ടിക്കുന്നതാണ് നല്ലത്. ട്രഷറിയിൽ അല്ലെങ്കിൽ ആധാര എഴുത്താഫീസിൽ കോഡ് ഫീസ് സ്റ്റാമ്പ് വാങ്ങാൻ കിട്ടും. 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് വാങ്ങുക. അങ്ങനെയാണെങ്കിൽ 24-ന് നേരെ കോഡ് ഫീസ് സ്റ്റാമ്പ് എന്ന് എഴുതുക. കൂടെ അത് ഒട്ടിക്കുകയും ചെയ്യുക. സ്വയാശ്രയ കോളേജിലേക്ക് അപേക്ഷ നൽകുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്ന് റവന്യൂ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ 100 രൂപയുടെ ചെല്ലാൻ അടച്ച് രസീത് വാങ്ങുക. അപ്രകാരം 24-ന് നേരെ ചെല്ലാന്റെ വിവരങ്ങൾ എഴുതുക. 25-ൽ നിങ്ങൾ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോളേജുകളുടെ പേരാണ് എഴുതേണ്ടത്. നിങ്ങൾ അപേക്ഷ നൽകുന്ന ഉപജില്ലയിൽ ഉൾപ്പെട്ട എല്ലാ കോളേജുകളുടെ പേരും ലിസ്റ്റിൽ എഴുതാൻ കഴിയും. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും കോളേജുകളുടെ പേരുകൾ എഴുതുക. നിങ്ങൾ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന കോളേജിന് പ്രയോറിറ്റി നൽകുന്ന ക്രമത്തിൽ വേണം എഴുതാൻ. അതിനുശേഷം നിങ്ങൾ ഫോമിന്റെ ഒപ്പം ഉൾപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റുകൾ ഏതൊക്കെയെന്ന് 26-ന് നേരെ എഴുതാം. ഇനി ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയാണ് കൂടെ വെക്കേണ്ടതെന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് SSLC അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റിന്റെ കോപ്പി. രണ്ടാമത്തേത് +2 അല്ലെങ്കിൽ തത്തുല്യ ഹയർ സെക്കൻഡറി എക്സാമിന്റെ മാർക്ക് ലിസ്റ്റിന്റെ കോപ്പി. സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയില്ലെങ്കിൽ ഓൺലൈനായി നിങ്ങൾ എടുത്ത മാർക്ക് ലിസ്റ്റിന്റെ പ്രിന്റ് ആണെങ്കിലും മതി. മൂന്നാമത്തേത് ഭിന്നശേഷി വിഭാഗമാണെങ്കിൽ അത് തെളിയിക്കുന്ന അതിന്റെ തീവ്രത രേഖപ്പെടുത്തിയിരിക്കുന്ന സർക്കാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് അപേക്ഷയ്ക്കൊപ്പം വെക്കണം. കൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു രേഖ കൂടി സമർപ്പിക്കണം. നാലാമത്തേത് പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗത്തിലുള്ള ആളാണെങ്കിൽ ഒരു വെള്ള പേപ്പറിൽ അതിനെക്കുറിച്ച് എഴുതി ഒപ്പിട്ട് സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഈ രേഖ ഒപ്പം വയ്ക്കണം. നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിൽ അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് കാസ്റ്റ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അഞ്ചാമത്തേത് EWS അല്ലെങ്കിൽ ഇക്കണോമിക് വീക്കർ സെക്ഷൻ ആണെങ്കിൽ അത് തെളിയിക്കുന്ന EWS സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അപേക്ഷയ്ക്കൊപ്പം വെക്കണം. ആറാമത്തേത് വിമുക്ത ഭടനോ വിമുക്ത ഭടന്റെയോ ജവാന്റെയോ ഭാര്യ അല്ലെങ്കിൽ മകനാണെങ്കിൽ സർവീസ് രേഖയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖയും അപേക്ഷയ്ക്കൊപ്പം വെക്കണം. ഏഴാമത്തേത് സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാരം ലഭിച്ചവർ NCC, NSS എന്നിവയുടെ നാഷണൽ ക്യാമ്പിൽ അല്ലെങ്കിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ വോളണ്ടിയർ ആയിരുന്നെങ്കിൽ
അത് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൂടെ ഒപ്പം വെക്കുക. എട്ടാമത്തേത് സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന രേഖയുടെ കോപ്പി കൂടെ വെക്കുക. ഒൻപതാമത്തേത് ഗവൺമെന്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ 5 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് വാങ്ങി ഒട്ടിക്കേണ്ടതാണ്. നിങ്ങൾ സമർപ്പിക്കുന്ന രേഖകൾ ഏതൊക്കെയുണ്ടോ അവ ഏതൊക്കെയെന്ന് 26ാമത്തെ കോളത്തിൽ എഴുതണം. ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ കോപ്പി അപേക്ഷയ്ക്കൊപ്പം വെക്കണോ എന്ന് സംശയം ചിലർ ചോദിച്ചിരുന്നു. അത് വെക്കേണ്ടത് ഓപ്ഷണലാണ്. +2 കഴിഞ്ഞുള്ള പഠനത്തിന്റെ രേഖകൾ ഇവിടെ അത്യാവശ്യമില്ല. അവസാനമായി അപേക്ഷ തള്ളിപ്പോകാതിരിക്കാനുള്ള 5 കാര്യങ്ങൾ കൂടി അറിയുക. ഒന്നാമത്തേത് 3 തവണയിൽ കൂടുതൽ യോഗ്യതാ പരീക്ഷയായ +2 പരീക്ഷ എഴുതിയ ശേഷം വിജയിച്ചയാളാണ് അപേക്ഷകനെങ്കിൽ ആ അപേക്ഷ തള്ളിക്കളയും. 3 തവണയിൽ കൂടുതൽ പരീക്ഷ എഴുതിയതിനു ശേഷം ആണ് വിജയിച്ചെങ്കിൽ ആ അപേക്ഷ തള്ളിക്കളയും. രണ്ടാമത്തേത് ഫോമിലെ എല്ലാ കോളങ്ങളും പൂരിപ്പിക്കേണ്ടതുണ്ട്. ഒഴിവായ കോളങ്ങൾ അപേക്ഷയിലുണ്ടെങ്കിൽ അപേക്ഷ പരിഗണിക്കില്ല. നിങ്ങൾക്ക് ബാധകമല്ലാത്തവ അല്ലെങ്കിൽ അറിയില്ലാത്തവ ബാധകമല്ല എന്ന് നേരെ എഴുതിയാൽ മതി. മൂന്നാമത്തേത് അടിസ്ഥാന യോഗ്യതാ പരീക്ഷയ്ക്ക് 50% മാർക്കെങ്കിലും ഉണ്ടാകണം. പിന്നാക്ക വിഭാഗങ്ങൾക്ക് 45% മാർക്കെങ്കിലും ഉണ്ടാകണം. ഈ മിനിമം യോഗ്യതയിൽ കുറവാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ അപേക്ഷ പരിഗണിക്കില്ല. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് DLEDന്റെ അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കുന്നതെന്ന് ഒന്നുകൂടെ ഓർക്കുക. നാലാമത്തേത് 17 വയസ്സ് മുതൽ 33 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപേക്ഷ നൽകുവാനുള്ള അവസരം ഉള്ളത്. 17 വയസ്സ് തികയാത്തവർക്കും 34 വയസ്സിൽ പ്രവേശിച്ചവർക്കും അപേക്ഷ നൽകിയാൽ ആ അപേക്ഷ നിരസിക്കും. 2008 ജൂലൈ 1-നും 1991 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവർ നൽകുന്ന അപേക്ഷ പരിഗണിക്കും. പട്ടികജാതി, പട്ടികവർഗ, ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. 1986 ജൂലൈ 1-ന് ശേഷം ജനിച്ച SC/ST ഡിഫറൻറ്റ്ലി ഏബിൾഡ് വിഭാഗക്കാരെ പരിഗണിക്കും. OBC അല്ലെങ്കിൽ വിമുക്ത ഭടനാണെങ്കിൽ 3 വർഷമാണ് ഇളവ്. 1988 ജൂലൈ 1-ന് ശേഷം ജനിച്ച OBC അല്ലെങ്കിൽ വിമുക്ത ഭടന് അപേക്ഷ നൽകാം, അത് പരിഗണിക്കും. അഞ്ചാമത്തേത് ഒന്നിലധികം റവന്യൂ ജില്ലകളിലേക്ക് അപേക്ഷ നൽകിയാൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടും. ഗവൺമെന്റ് സീറ്റിന് നിങ്ങൾ അപേക്ഷ നൽകുമ്പോൾ അത് ഒരു ഉപജില്ലാ ഡയറക്ടർക്ക് മാത്രം അയക്കുക. മറ്റൊരു ഉപജില്ലയിലെ ഡയറക്ടർക്ക് മറ്റൊരു അപേക്ഷ കൂടി സമർപ്പിച്ചാൽ നിങ്ങളുടെ അപേക്ഷ രണ്ടും നിരസിക്കും. പക്ഷേ ഗവൺമെന്റ് സീറ്റിന് അപേക്ഷിച്ച് അതേ ഉപജില്ലയിൽ തന്നെ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്വയാശ്രയ കോളേജിലേക്കുള്ള സീറ്റിനായി അപേക്ഷ നൽകണമെന്ന് നിർബന്ധമില്ല. സ്വയാശ്രയ കോളേജിലേക്കുള്ള അപേക്ഷ നിങ്ങൾ ഗവൺമെന്റ് സീറ്റിനായി അപേക്ഷിച്ച ഉപജില്ലയിൽ തന്നെ അപേക്ഷിക്കണമെന്ന് നിർബന്ധമില്ല. ഈ 5 കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് അപേക്ഷ പൂരിപ്പിക്കുക. അപേക്ഷയുടെ അവസാനം ഒപ്പിട്ട് സർട്ടിഫിക്കറ്റിന്റെ കോപ്പികളും ഒരുമിച്ച് സ്റ്റാപ്ലർ ചെയ്യുക. ഒരു എൻവലപ്പ് വാങ്ങി അപേക്ഷ 3ആയി മടക്കി അതിൽ ഇട്ട് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അപേക്ഷ അയക്കുക. ഗവൺമെന്റ് സീറ്റിലേക്കുള്ള അപേക്ഷ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ അയക്കുക. ഈ നോട്ടിഫിക്കേഷന്റെ അവസാന പേജിൽ നിന്ന് നിങ്ങളുടെ ജില്ലയിലെ വിദ്യാഭ്യാസ ഡയറക്ടറുടെ അഡ്രസ്സ് കണ്ടെത്താൻ കഴിയും. മാനേജ്മെന്റ് സീറ്റിലേക്ക് അപേക്ഷിക്കുന്നുവെങ്കിൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ ഒരു അപേക്ഷ നൽകുന്നതിന് ഒപ്പം അതിന്റെ പകർപ്പ് കോളേജ് മാനേജർക്ക് കൂടെ അയക്കണം. സ്വയാശ്രയ കോളേജിലെ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷ നൽകുമ്പോൾ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ നിശ്ചിത തുകയുടെ ചെല്ലാൻ അടച്ച ശേഷം ആ അപേക്ഷ ഉപജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറുടെ പേരിൽ തന്നെ പോസ്റ്റലായി സമർപ്പിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്നത് ആഗസ്റ്റ് 11 വൈകുന്നേരം 5 മണിയോടുകൂടെ അവസാനിക്കും. അതിനുശേഷം ഓഫീസ് അപേക്ഷകൾ പരിഗണിക്കുകയും റിസർവേഷന്റെയും മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരെ വെയിറ്റിംഗ് ലിസ്റ്റ് ഇടും. തുടർന്ന് നിങ്ങളുടെ പേരിൽ ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്ന ഒരു കത്ത് അയക്കും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആരെങ്കിലും അഡ്മിഷൻ എടുക്കാനായിട്ട് വന്നിട്ടില്ല എങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് മുൻഗണന അനുസരിച്ച് തിരഞ്ഞെടുക്കും. ഓരോ ഉപജില്ലയും പുറപ്പെടുവിക്കുന്ന റാങ്ക് ലിസ്റ്റ് വിവരങ്ങൾ ഈ ചാനലിന്റെ കമ്മ്യൂണിറ്റി ടാബിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ എന്തൊക്കെ കയ്യിൽ കരുതണമെന്ന് വിശദീകരിക്കുന്ന വീഡിയോ തുടർന്ന് ഉണ്ടാകും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഗൂഗിൾ സെർച്ചിൽ പോയി പേസ്റ്റ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ ഉറപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.